ധർമ്മസ്ഥലയിൽ നൂറുകണക്കിന് ആൾക്കാരെ താൻ കുഴിച്ചിട്ടു എന്ന് ശുചീകരണ തൊഴിലാളി മാണ്ഡ്യ സ്വദേശി ചിന്നയ്യ വെളിപ്പെടുത്തിയത് വലിയ കോലാഹലം സൃഷ്ടിച്ചു. കർണാടകയിലും കേരളത്തിലും ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും. അദ്ദേഹം ജീവനും കൊണ്ട് അവിടുന്ന് ഓടി 2014. 11 വർഷമായിട്ട് കർണാടകയ്ക്ക് വെളിയിൽ പേടിച്ച് ഭയപ്പെട്ട് കുടുംബമായിട്ട് താമസിക്കുകയാണ്. തന്നെ കൊല്ലും ധർമ്മസ്ഥലയുള്ള ഗുണ്ടകൾ എന്നാണ് അദ്ദേഹം പ്രസ്താവിച്ചത്. കർണാടക ഗവൺമെൻറ് ഇതിനെ സംബന്ധിച്ച് ഒരു SIT രൂപീകരിച്ചു. അവിടുത്തെ ഒരു DGPയുടെ നേതൃത്വത്തിലായിരുന്ന SIG. അവർ ധർമ്മസ്ഥലയിലും പരിസരത്തും വന്നു. ഇപ്പോൾ ധർമ്മസ്ഥലയിലെ പോലീസ് സ്റ്റേഷൻ 2014 തുടങ്ങിയതാണ്. 1979 മുതൽ മിസ്സായവരും അവിടെ വെച്ച് കൊല്ലപ്പെട്ടവരും അവിടെ ആസിഡ് ഒഴിച്ച് കത്തിച്ചവരും അങ്ങനെ നൂറുകണക്കിന് ആൾക്കാരുടെ ശവശരീരങ്ങൾ ചിന്നയ്യ അവിടെ ധർമ്മസ്ഥലയിലെ ഏകദേശം 400 ഏക്കർ വരുന്ന പല സ്ഥലത്തും കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും കർണാടക ഗവൺമെൻറ് ഒരു SIT രൂപീകരിച്ചു. അവർ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷൻ സെൻട്രലൈസ് ചെയ്ത് ഒരു ക്യാമ്പ് തുടങ്ങി. നല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ആ ടീമിലുണ്ടായിരുന്നു. അവർ ധർമ്മസ്ഥലയിലെ 17 സ്ഥലങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്തു. അത് ചിന്നയ്യ അയാളുടെ മുഖം മറച്ചു വെച്ച് അയാൾക്ക് ഭീഷണി മൂലം മറച്ചു വെച്ച് ഈ SIT ടീമുമായിട്ട് അവർ ആ ധർമ്മസ്ഥലയുടെ പരിസരത്ത് മുഴുവൻ പരിശോധിച്ചു. അയാൾ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നോക്കി. അങ്ങനെ അവിടെ 17 സ്ഥലങ്ങൾ അവർ അടയാളപ്പെടുത്തിയതിൻ്റെ അവിടെ കുഴിച്ചു നോക്കി. 6-ാം സ്ഥലത്ത് കുഴിച്ചെടുത്തുനിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടി. ചിന്നയ്യ ഇത് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് SITയുടെ മുമ്പിലും അവിടുത്തെ പോലീസിൻ്റെ മുമ്പിലുമൊക്കെ ഒരു തലയോട്ടി കൊണ്ടുവന്ന് ഹാജരാക്കിയിരുന്നു. SIT ഉദ്ദേശിച്ച പോലെ ചിന്നയ്യ പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഡെഡ് ബോഡി കിട്ടിയില്ല എന്നുള്ള വാർത്തകൾ വരുന്നു. അയാളുടെ മൊഴി അവിശ്വസനീയമാണെന്ന് തോന്നി. 17 സ്ഥലത്തുനിന്ന് 6-ാം സ്ഥലത്തുനിന്ന് ഒരു ഡെഡ് ബോഡി കിട്ടി, ഒരു സ്കെലിട്ടൻ. അത് കൃത്യമായി ഫോറൻസിക് പരിശോധനയ്ക്ക് കൊണ്ടുപോയി. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നൂറുകണക്കിന് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിടത്തുനിന്ന് ഒന്നും കിട്ടിയില്ല എന്നുള്ള വാർത്തകളാണ് വന്നത്. ഇപ്പോഴേ വരുന്ന വാർത്തകൾ നമ്മളെ ഞെട്ടിക്കും. കാരണം ചിന്നയ്യ നേരത്തെ ചൂണ്ടിക്കാണിച്ച 11-ാം സ്ഥലത്ത് നിന്നും മാറി പുതിയതായ കുറേ സ്ഥലങ്ങൾ ഒരു 12 ഏക്കർ സ്ഥലത്തിനകത്ത്, ആ സ്ഥലത്തിൻ്റെ പേര് ബംഗ്ലാഗുഡ എന്ന സ്ഥലത്ത്, ഇതിനോട് ചേർന്ന് 12 ഏക്കർ സ്ഥലത്ത് നിരവധി അസ്ഥികൂടങ്ങളുണ്ട്. അവിടെ നിന്നാണ് ഈ തല മാത്രം ലഭിച്ച അസ്ഥികൂടം താൻ പോലീസിൻ്റെ മുമ്പിലും കോടതിയിലും പോലീസ് സ്റ്റേഷനിലൊക്കെ ഹാജരാക്കിയത്. അതിന് SIT ഒരു വിശദീകരണം 40 വർഷത്തോളം പഴക്കമുള്ള ഒരു സ്കള്ളാണ്, അത് തലയോട്ടിയാണ്, കുട്ടികൾ മെഡിസിന് പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ് എന്നൊക്കെ ഒരു ഡിഫൻസ് കൊണ്ടുവന്നിരുന്നു. ചിന്നയ്യ ഉദ്ദേശിച്ച രീതിയിലൊന്നും ഡെഡ് ബോഡി കാണാത്തത് കൊണ്ട് മൊഴി മാറ്റി, ഭയപ്പെട്ട് പേടിച്ച് അയാളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തി. പോലീസും അവിടെയുള്ള ചില ആൾക്കാരും ചിന്നയ്യ ഇതുവരെ ആൾക്കാരെ കണ്ടിട്ടില്ല, ഇയാളെ പലരും കണ്ടിട്ടില്ല, ഇപ്പം അയാളെ തിരിച്ചറിയാറാവും, ഭീഷണിയാണ് തന്നെ തിരിച്ചറിഞ്ഞാൽ എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും 17 സ്ഥലങ്ങൾ നേരത്തെ മാർക്ക് ചെയ്തതിൽ 6-ാം സ്ഥലത്തുനിന്ന് ഒരു അസ്ഥികൂടം കിട്ടി. 11 വർഷമായിട്ട് ചിന്നയ്യൻ ഒളിവിലായിരുന്നല്ലോ. SIT ഉദ്യോഗസ്ഥന്മാരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും ഇപ്പോൾ 2 സ്ഥലങ്ങളിലേക്ക് അവർ കുഴിക്കാൻ തുടങ്ങി. അതിൻ്റെ കാര്യം ചിന്നയ്യ അവിടെ പോലീസിന് മുമ്പിൽ ഹാജരാക്കിയ സ്കള്ള് അത് താൻ കുഴിച്ചെടുത്തതല്ല, അത് വിട്ടൽ ഗൗഡ എന്നൊരാൾ കുഴിച്ചെടുത്ത് തന്നതാണ്. അയാളുടെ മകള് അവിടെ കൊല്ലപ്പെട്ടു.
അവിടെ മെഡിസിൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കുട്ടിയെ കൊലപ്പെടുത്തി. അത് തൻ്റെ സഹോദരൻ്റെ മകളാണ്. അതുകൊണ്ട് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് താൻ കുഴിച്ചെടുത്ത ഒരു തലയോട്ടിയാണ് ചിന്നയ്യ ഹാജരാക്കിയത്. ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം. വിട്ടൽ ഗൗഡയെ പോലീസ് ചോദ്യം ചെയ്തു. ചിന്നയ്യയ്ക്ക് തലയോട്ടി കൊടുത്ത് താനാണ്. SIT 2 ദിവസമായി വിട്ടൽ ഗൗഡയുമായി ചേർന്ന് അയാൾ കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളിൽ 12 ഏക്കർ സ്ഥലങ്ങളിൽ ഇപ്പോൾ കുഴിച്ചു നോക്കി. ഈ വിട്ടൽ ഗൗഡയുടെ മകള് PU കോളേജ് വിദ്യാർത്ഥിനിയായിരുന്നു. 17 വയസ്സ് മാത്രമേ ആ കൊച്ചിന് പ്രായമുള്ളൂ. ആ സമയത്താണ് ധർമ്മസ്ഥലയിൽ വെച്ച് അതിനെ ആരോ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കുഴിച്ചിട്ടു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇയാൾ കൃത്യമായിട്ട് പോലീസ് ഇപ്പം കുഴിച്ച സ്ഥലത്തൊന്നും അധികം സ്കെലിട്ടൻ കിട്ടാത്തതുകൊണ്ട് 12 ഏക്കർ വരുന്ന സ്ഥലത്ത് അദ്ദേഹം പോയി അന്വേഷണം നടത്തി കണ്ടെത്തി. അവിടെ നിന്നാണ് ആ സ്കള്ള് കൊടുത്തയച്ചത്. ഇപ്പം SIT ആ സ്ഥലത്ത് കുഴിച്ച് നോക്കുകയാണ്. 9 സ്ഥലങ്ങളിൽ നിന്നും മൃതശരീര അവശിഷ്ടം ഇപ്പം കിട്ടിയിരിക്കുന്ന വാർത്തയാണ് വെളിയിൽ വരുന്നത്. ബുധനാഴ്ച മുതൽ നേത്രാവതി സ്നാനഘട്ടിൽ നിന്നും 9 സ്ഥലങ്ങളിൽ നിന്നും മൃതദേഹ അവശിഷ്ടങ്ങൾ ഇപ്പം ലഭിച്ചു എന്ന് വാർത്ത. ബംഗ്ലാഗുഡ എന്ന സ്ഥലത്ത് 12 ഏക്കറിനകത്ത് ധാരാളം മൃതശരീരങ്ങളുണ്ട് എന്നാണ് 1979 ഏറ്റവും പഴക്കമേറിയ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്. വേദവല്ലി ടീച്ചറിനെ ചുട്ടുകൊന്നത്, അതിൻ്റെ മൃതാവശിഷ്ടങ്ങൾ അവിടെ തന്നെ കുഴിച്ചിട്ടു. അന്നേരം ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനിലായിരുന്നു പരാതിപ്പെടുന്നത്. ഇപ്പോൾ 2014 മുതൽ ബെൽത്തങ്ങാടിയിൽ നിന്ന് 70-75 കിലോമീറ്റർ അകലെയുള്ള ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷൻ തുടങ്ങിയിട്ടുണ്ട്. 1979 മുതൽ ഏകദേശം ഇപ്പോഴേ 46-47 വർഷത്തെ മൃതശരീര അവശിഷ്ടങ്ങൾ അവിടെ ധാരാളം ഉണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. SIT എന്തായാലും 9 സ്ഥലങ്ങളിൽ നിന്ന് മൃതശരീര അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ആ പുതിയ സ്ഥലങ്ങൾ നേരത്തെ അവിടെ മരണപ്പെട്ട PU കോളേജ് വിദ്യാർത്ഥിനി സുജാതയുടെ അങ്കിളാണ് ആ സ്ഥലങ്ങൾ കാണിച്ചു കൊടുത്തത്. എന്തായാലും ഈ പുതിയ കണ്ടെത്തലുകൾ ചിന്നയ്യ പറഞ്ഞതും അതോടൊപ്പം തന്നെ ചിന്നയ്യ മാറ്റി പിന്നീട് പറഞ്ഞെങ്കിലും മരണഭയം കൊണ്ട് തന്നെയാണ് മാറ്റി പറഞ്ഞത്. ചിന്നയ്യ പറഞ്ഞത് സത്യമാണ് എന്നാണ് ഇപ്പം വരുന്ന വാർത്തകൾ. ഇതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ധാരാളം വാർത്തകൾ വന്നപ്പോൾ മനാഫ് എന്നയാളെ, ആ വാർത്ത പ്രചരിപ്പിച്ച മനാഫിനെയും SIT ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ബംഗാളി CBI ഓഫീസിലെ ഒരു സ്ത്രീയുടെ മകളെ അവിടെ പഠിക്കാൻ അയച്ചിട്ട് കൂട്ടുകാരുമായിട്ട് ധർമ്മസ്ഥലയിൽ പോയ ശേഷം ആ പെൺകുട്ടി മിസ്സായി. അവരവസാനം പിന്നീട് ഭയം കൊണ്ടും ഭീഷണി കൊണ്ടായിരിക്കാം അത് മാറ്റി പറഞ്ഞു, തൻ്റെ കുട്ടിയെ കാണാതെ പോയിട്ടില്ല എന്ന്. ഇപ്പോഴെന്തായാലും ആ വാർത്ത കൃത്യമായിരുന്നു എന്ന് ചിന്നയ്യ പറഞ്ഞതും അത് ഗൗഡ പിന്നെ വെളിപ്പെടുത്തിയതും അവർ കണ്ടെത്തി പറഞ്ഞു കൊടുത്ത സ്ഥലങ്ങളിൽ കുഴിച്ചു നോക്കിയപ്പം 9 മൃതാവശിഷ്ടങ്ങൾ കിട്ടി. 100 കണക്കിനുണ്ടെന്ന് പറഞ്ഞത് സത്യമാണെന്ന് ഇപ്പം വരുന്നു. കഴിഞ്ഞ 40, 49, 50 വർഷത്തിനിടയിൽ ഇതുപോലെ പീഡിപ്പിച്ചു കൊന്ന ആൾക്കാരുടെ, പെൺകുട്ടികളുടെ, സ്ത്രീകളുടെ മൃതാവശിഷ്ടങ്ങൾ ധർമ്മസ്ഥലയിൽ ചുറ്റും 400 ഏക്കറിൻ്റെ പല സ്ഥലങ്ങളിലും ഉണ്ട് എന്നുള്ള കാര്യം പരമാർത്ഥമായിട്ട് വരുന്നു. ഏതായാലും SITയുടെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോഴത്തെ പരിസ്ഥിതി അനുസരിച്ച് ഈ ഇപ്പം കണ്ടെത്തിയ ആ മൃതദേഹങ്ങളിൽ ആ വിട്ടൽ ഗൗഡയുടെ മകളുടെ മൃതകാവശിഷ്ടം ഉണ്ടെങ്കിൽ, DNA ഉപയോഗിച്ചിട്ട് അത് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായ ഒരു കേസ് പോലീസിന് ചാർജ് ഷീറ്റ് കൊടുക്കാൻ പറ്റും. അതിനകത്ത് ഇൻവോൾവ് ചെയ്തവരെ കണ്ടെത്താനും വലിയ ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതും കണ്ടെത്താം. കുറേയൊക്കെ ചിന്നയ്യയ്ക്ക് അറിയാം. അയാളെ രഹസ്യമായിട്ട് ചോദിച്ച് അത് കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്താൽ ആ വിവരങ്ങളും അതിൻ്റെ അകത്ത് ആ കുട്ടിയെ കൊന്ന, പലരെയും കൊന്ന ആൾക്കാരുടെ പേരുകളൊക്കെ പറയുമെന്നാണ് ഞാൻ കരുതുന്നത്. പോലീസ് ആ വഴിയിലേക്ക് ഇനി നീങ്ങണം. കാരണം ഇത് വലിയ ഒച്ചപ്പാടുണ്ടാക്കിയതാണ്. ചിന്നയ്യയെ അവിശ്വസിച്ചു, ചിന്നയ്യയോട് സപ്പോർട്ട് ചെയ്ത പലരെയും പോലീസ് അവിശ്വസിച്ചു. പക്ഷേ ഇപ്പം ആ ഗൗഡയുടെ വെളിപ്പെടുത്തൽ വളരെയധികം ഗുണകരമായി. അദ്ദേഹത്തിന് അറിയാം എവിടെയൊക്കെയാണ് കുഴിച്ചിട്ടിരിക്കുന്ന പല സ്ഥലങ്ങളും.
ധൈര്യസമേതം അദ്ദേഹം മുന്നോട്ട് വന്ന് പോലീസുമായിട്ട് സഹകരിച്ച് ഇപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം കണ്ടെത്തിക്കൊണ്ടേയിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്.